നിങ്ങൾ ധ്യാനം ആരംഭിക്കുമ്പോൾ ആദ്യമായി കുറച്ച് സമയം ഉറച്ചിരുന്ന് മനസ്സിനെ നിരീക്ഷിക്കുക. അത് അതിന്റെ ഇഷ്ടം പോലെ എവിടെയെങ്കിലും അലയട്ടെ. നിങ്ങൾ ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ സാക്ഷി മാത്രം എന്ന് വിചാരിക്കുക. മനസ്സ് എങ്ങനെ പൊങ്ങുന്നു, താഴുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ വിചാരിക്കുക, ഞാൻ ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നുമല്ല. ഞാൻ മനസ്സിൽ നിന്നും ഭിന്നനാണ്. മനസ്സും ജഡം തന്നെ, ജഡവസ്തുവിന്റെ സൂക്ഷ്മമായ രൂപാന്തരം മാത്രം. ഞാൻ ആത്മാവാണ്. മനസ്സ് എന്റെ ഭൃത്യനും. മനസ്സിൽ അലസമായ ചിന്തകൾ എപ്പോഴെങ്കിലും പൊന്തി വരുമ്പോൾ ഉടനെ അവയെ ബലമായി നിരോധിക്കുക. സാധാരണയായി ഒരാൾ വിശ്രമ സമയത്ത് ഇടത്തെ മുക്കിക്കൂടിയും ജോലി ചെയ്യുന്ന സമയത്ത് വലത്തെ മുക്കിക്കൂടിയും ധ്യാന സമയത്ത് രണ്ട് നാസാദ്വാരങ്ങളിൽ കൂടിയും ശ്വസിക്കുന്നു. ധ്യാനത്തിന് ഏറ്റവും പറ്റിയ അവസ്ഥ ശരീരവും മനസ്സും ശാന്തമായിരിക്കുമ്പോഴും രണ്ട് നാസാദ്വാരങ്ങളിൽ കൂടിയും ശ്വാസം ഒപ്പം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴുമാണ്. പക്ഷേ നിങ്ങൾ ശ്വസന നിയന്ത്രണത്തിൽ അധികം ശ്രദ്ധ ചെലുത്തുകയോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിന് അതൊരു മാർഗദർശകമായി വയ്ക്കുകയോ അരുത്. രാധേ ശ്യാം.